നല്ലൊരു മത്തി ഫ്രൈ ഉണ്ടാക്കാണ് കേട്ടോ. അല്പം വ്യത്യാസത്തിന് വേണ്ടി നമ്മളിന്ന് മാങ്ങ അച്ചാറ് മത്തി ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നല്ല നെയ്യുള്ള മത്തി, നാടൻ മത്തി എന്ന് പറയില്ലേ, അത് അവനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 6 മത്തി എടുത്ത് നന്നായിട്ട് കഴുകി നമ്മൾ അവനെ വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പുറത്തൊക്കെ നല്ല മഴയാണ്. മഴയ്ക്കൊക്കെ ഒന്ന് ഒരു ഹരം കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് മുടക്കുള്ള ദിവസമാണ്. മുടക്കുള്ള ദിവസം നമ്മൾ സമ്പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ട് മത്തി ഫ്രൈ ഉണ്ടാക്കുന്നു. അപ്പോൾ ലഞ്ചിൽ നിന്ന് മത്തി ഫ്രൈ കൂട്ട്. അതിന് വേണ്ടി ഇതേ ചെറുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞെടുത്തിട്ടല്ലെങ്കിൽ നിങ്ങൾക്ക് ചതച്ചെടുക്കാവുന്നതാണ്. അതിലിതേ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്പം കുരുമുളക് പൊടി, പിന്നെ ഉലുവാപ്പൊടി, ഇതാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് നമ്മൾ അല്പം അച്ചാർ ചേർക്കുന്നുണ്ട് കേട്ടോ. അച്ചാർ രസമാണ്, അതുകൊണ്ട് പിന്നെ നമ്മൾ ഇതിൽ ചെറുനാരങ്ങയൊന്നും ഒഴിക്കുന്നില്ല. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ മസാല നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് മാങ്ങാച്ചാർ നമ്മൾ ചേർക്കുന്നത് കേട്ടോ. മാങ്ങാച്ചാർ ഒന്ന് അല്പം ദിവസം ഇട്ട് വെച്ചിരുന്നാണെങ്കിൽ ഇത് മാഷായി കിട്ടും. മാങ്ങാച്ചാറിൻ്റെ ആ രുചിയും കടുകും ഉലുവയും കായമെല്ലാം ചേർന്നൊരു മണം. അപ്പോൾ ഒരു ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത് കേട്ടോ. അത് കണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതായത് നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ പോലും നിങ്ങൾ ഒരു ഇല വെച്ചിട്ട്, അപ്പോൾ ആ ഇലയുടെ ഫ്ലേവറും ഗുണവും നമുക്ക് കിട്ടുകയും ചെയ്യും. മസാല നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക. പിടിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ വെച്ചാൽ നല്ലത്. അത് നമ്മളൊരു ഇല നാക്കിലെന്ന് പറയില്ലേ, നാക്കിലേക്ക് വെട്ടി നമ്മൾ പാനിൽ വെച്ച്, പാൻ ചൂടായിട്ടുണ്ട്. അല്പം ഓയിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ മസാല പറ്റാനും കുറച്ച് ഉപയോഗിച്ചു. ഈ പാനിൽ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്, ഇല ചൂടായിട്ടുണ്ട്, ഇല വാടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മത്തി നിരത്തി വയ്ക്കുക. മത്തി നിരത്തി വെച്ചതിന് ശേഷം ഒരു ഏകദേശം ഒരു 10-15 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേവിച്ചെടുക്കാം. നന്നായിട്ട് ഫ്രൈ ആവണോ, നോർമൽ വേണോ ഒക്കെ നിങ്ങൾ നിശ്ചയിക്കുക കേട്ടോ. ഈ സമയത്ത് വേണം നിങ്ങൾക്ക് ഗ്രേവിയാണ് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ അല്പം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രേവിയും നല്ല മസാല കിട്ടും കേട്ടോ. ഞാനിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ടവരായിട്ടാണ്. അല്പം പുളിയും നല്ല എരിവുള്ള മാങ്ങ മത്തി ഫ്രൈ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ക്ഷേമമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇത് കേട്ടോ. ഒരു മത്തി മാത്രം മതി നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട്. നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല കയറിയിട്ടുണ്ട്. തന്നെയല്ല ഇപ്പോഴത്തെ മത്തി മസാല മത്തി, അതിന് മുട്ടയുള്ള മത്തിയാണ്, നെയ്യുള്ള മത്തിയാണ്. ഈ വർഷം പ്രത്യേകത ആണെന്നുകൊണ്ട് തുടക്കത്തിൽ തന്നെ നമുക്ക് നല്ല മത്തി കിട്ടിയിട്ടുണ്ട്, വില കൂടുതലാണെങ്കിൽ. അപ്പോൾ നമുക്ക് ലഞ്ച് റെഡി ആയിട്ട് ഞാൻ അല്പം ചോറും അതിൻ്റെ കൂടെ സാമ്പാറുണ്ട്, മെഴുക്ക് വരട്ടി എന്ന് പറയുന്ന അവിടെ ഉപ്പേരി